പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 19 ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയരുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല ഈ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് സഖാവ് ചിന്ത ജെറോമിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിന്ത ജെറോമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവരുടെ പേരിൽ ചിന്ത ഉണ്ടെങ്കിലും പ്രവൃത്തിയിൽ ചിന്തയില്ല എന്നുള്ളതാണ്. മാനസിക പ്രശ്നമുള്ളവർക്ക് സാമൂഹ്യ അംഗീകാരമാണ് വേണ്ടത്. മിസ്റ്റർ മുകുന്ദൻ, മലയാളത്തിൽ ഇന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ജിമിക്കിയും കമ്മലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. അമ്മയുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേശത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിൽ. നാരായണൻകുട്ടി, ഇവർക്ക് മുഴുത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് പോടോ നാരായണൻകുട്ടി. എന്തുകൊണ്ട് ജിമിക്കിയും കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ നമ്മൾ അറിയാത്ത ചില സംസ്കാരം, നമ്മൾ കേട്ട ശീലമില്ലാത്ത ചില സംസ്കാരം ഈ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ചിന്ത കൂടാതെ എന്തും വിളിച്ചു പറയാനുള്ള കഴിവും പ്രാപ്തിയുമാണ് അവര് ഡിവൈഎഫ്ഐയുടെ സമുന്നത നേതൃസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഉറപ്പായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളിപ്പോൾ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. അതൊന്നും സാരമില്ല. പിന്നെ ചിന്ത ജെറോമിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. അവര് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിലുപരി ഗവേഷണ ബിരുദവും നേടിയിട്ടുള്ളതാണ്. വൈലോപ്പിള്ളിയുടെ വാഴക്കുലയെ കുറിച്ച് നടത്തിയ പഠനത്തിന് കേരള സർവകലാശാലയിൽ നിന്നാണ് ചിന്തയ്ക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുള്ള, ഇംഗ്ലീഷ് ഭാഷ അതിമനോഹരമായിട്ട് സംസാരിക്കാനും എഴുതാനും ഇംഗ്ലീഷിൽ ചിന്തിക്കാനും കഴിവുള്ള, പ്രാപ്തിയുള്ള, അതിപ്രഗത്ഭയായ ഒരു നേതാവാണ് സഖാവ് ചിന്ത ജെറോം. Politics and youth have a very problematic and very difficult relationship. That is, in some point of view, we can say that young people, they are disengagers in politics. But at some point of view, they are the leaders of some significant mass movements and political movements. Actually, it's very difficult. It's a very complex term. Youth, the word youth itself is a complex term. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. 2027 രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവിൽ പാർട്ടി പരിഗണിക്കുന്നത് ചിന്തയാണ്. കാരണം AR റഹീമിനോടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റിയ ഒരാൾ ഇന്നിപ്പോൾ പാർട്ടിയിൽ, വനിതകൾ വേറെ ആരുമില്ല. Regarding how many of them? So the government. So because why did here? Why only the poor? Why only? ഇതൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? സമ്പൂർണ്ണ ചാറ്റരുതാ.